മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ അടുക്കളയിൽ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒത്തിരി പണിയുള്ളതായിട്ട് തോന്നത്തില്ല. തലേ ദിവസം തന്നെ നമ്മളെല്ലാം എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും അടുക്കള പണികൾ പടപടേന്ന് തീരും. അപ്പോൾ ഞാനൊരു വർക്കിംഗ് വുമണാണ്. അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ പണികളും കൃത്യമായിട്ട് ചെയ്യണം. കൊച്ചിനെ ഡേ കെയർ വിടണം, അവന് ഫുഡ് കൊടുത്ത് വിടണം, മോക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ സാധനവും ഇതുപോലെ പ്രിപ്പയർ ആക്കി വെച്ചാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആവത്തുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേറ്റൊരു കട്ടൻ കാപ്പി തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ കട്ടൻ കാപ്പി കുടിക്കാനുള്ള വെള്ളമെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ സോയാബീനാണ് ഇന്നത്തെ കറിയായിട്ട് വെക്കുന്നത്. അതുപോലെ ചോറുണ്ട്. ചോറ് വെച്ച് സോയാബീനും വെച്ച് എന്തെങ്കിലും കാപ്പിക്ക് ഉണ്ടാക്കി കൊടുത്തു വിടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് സോയാബീൻ. ഇന്നലെ വൈകുന്നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ ചെറിയ ആദ്യമേ തന്നെ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും. ആ വെള്ളമെല്ലാം കളഞ്ഞ് നന്നായിട്ട് 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇത് വലിയ സോയാബീനാണ് കേട്ടോ. കുഞ്ഞ് സോയാബീനാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് കറി വെക്കാം. ഇത് വലുതായതുകൊണ്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം കറിയാക്കാൻ. രാവിലെ തന്നെ പള്ളിയിൽ പോകുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകുമ്പം ഒരു പ്രത്യേക അനുഗ്രഹമാണ്. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. തിരിച്ചു വന്നപ്പോഴത്തേനും പാച്ചു എല്ലാം എഴുന്നേറ്റിട്ടുണ്ട്. ഇനി അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കണം. അവരെ ഒരുക്കി സ്കൂളിലും ഡേ കെയറിലൊക്കെ ആക്കിയിട്ട് വേണം എനിക്ക് ജോലിക്കായിട്ട് പോകാൻ. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുറച്ച് ടൈം സ്പെൻഡിങ് ആണ് ഇനിയുള്ള സമയം. ഇന്ന് ഞാൻ വൈകുന്നേരം കഴിച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. നമ്മുടെ കടയിൽ പോയി കഴിച്ചതാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ കുറേയധികം പലഹാരങ്ങളും പൂരിയും പിന്നെ കിഴങ്ങിൻ്റെ കറിയും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ, ആഴ്ചയിലൊരിക്കലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. പെട്ടെന്ന് പണികൾ തീരും, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇവിടെ നല്ല ബജ്ജി കിട്ടുന്ന നല്ലൊരു കട കേട്ടോ. നമ്മുടെ കട്ടപ്പനയിൽ നല്ലൊരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി അടിപൊളിയായിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടാറ് ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ ബജ്ജിക്കൊക്കെ ആണെങ്കിൽ ആ മുളക് ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ്. ഈവനിങ് ടൈം എന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഞാൻ കുഞ്ഞുങ്ങളിങ്ങനെ കളിക്കാനായിട്ട് വിടും. ഞാൻ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാനായിട്ട് കാണും. അപ്പോൾ അവർ കളിക്കുന്ന ടൈമാണ്. അപ്പോൾ വെളിയിലേക്ക് ഇറക്കി വിട്ട് അവർ കളിച്ചോളും. നമ്മുടെ പണികളൊക്കെ ചെയ്യാനായിട്ട് പോകും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇനിയൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗിലേക്ക് നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ അടിച്ച് പൊളിച്ച് ജീവിക്കുക കേട്ടോ. താങ്ക് യു.